എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് കൃഷിയുടെ ഭാവിയും കാലാവസ്ഥാ വ്യതിയാനവും എന്നതിനെക്കുറിച്ചാണ്. ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണിത്. കാരണം ഇനി വരാനിരിക്കുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാലാവസ്ഥാ വ്യതിയാനം എന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത് കൃഷിരംഗത്ത് തന്നെയായിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഭക്ഷ്യലഭ്യത കുറയുകയും ചെയ്യും. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ലോകത്ത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം ഇപ്പോൾ ഉണ്ട്. പക്ഷേങ്കിൽ വരും തലമുറയിൽ അതുണ്ടാവണമെന്നില്ല. കാരണം കാലാവസ്ഥാ വ്യതിയാനം വരികയും കൃഷി രീതിയിൽ നല്ല ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുകയും ഭക്ഷണ ലഭ്യത കുറയുകയും ചെയ്യും. ഇനിയും നമ്മളിത് ശ്രദ്ധിച്ചില്ല എങ്കിൽ വരും തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും ഇത്. അപ്പോൾ നമുക്ക് ഈ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്ന കാരണം എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ താപനില വളരെയധികം കൂടിക്കൂടി വരികയാണ്. അതുണ്ടാകുന്ന കാരണം എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് അത് കൂടി വരുന്നതിൻ്റെ കാരണമാണ്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുമ്പോൾ നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയൊക്കെ ഉണ്ടാവും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്നത് ഇൻസുലേഷൻ വഴിയാണ്. അതായത് ചെറിയ വേവ് വഴിയാണ് നമ്മുടെ ഭൂമിയിലെത്തുന്നത്. അത് ഭൂമിയിൽ തിരിച്ചു പോകുന്ന ഒരു പ്രക്രിയയുണ്ട്. ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ അളവ് വർദ്ധിക്കുന്നതോടുകൂടി തന്നെ വരുന്ന ചൂട് തിരിച്ചു പോകാൻ കഴിയുന്നില്ല. അത് ഗ്രീൻ ഹൗസ് വാതകത്തിൽ തട്ടി അവിടെ നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ ഭൂമിയിൽ അന്തരീക്ഷ താപനില വർദ്ധിക്കാൻ കാരണമാകുന്നു. ഒരു തരത്തിൽ നമുക്ക് ഭൂമിക്ക് ഉപകാരമുള്ള കാര്യമായിരുന്നു ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുന്നത്. അത് കാരണം എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഭൂമി തണുത്ത് ഉറഞ്ഞു പോകാതിരിക്കുകയുള്ളൂ, ചെറിയ ചൂട് നിലനിർത്താൻ കഴിയുകയുള്ളൂ. പക്ഷേങ്കിൽ ഇപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും അളവ് വർദ്ധിച്ചതോടുകൂടി തന്നെ ഇപ്പോൾ നമുക്ക് താപനില വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ നമുക്കിത് കുറയ്ക്കാനും പല വഴികളുമുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മൾ മരങ്ങളും സസ്യങ്ങളും നട്ടു വളർത്തുക തന്നെ ചെയ്യുകയാണ് ഇതിന് മാർഗമെന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഗ്രീൻ ഹൗസ് വാതകം കുറയും. അങ്ങനെ നമുക്ക് ഭൂമിയുടെ താപനില കുറയ്ക്കാൻ കഴിയും. പിന്നീട് വരുന്നതാണ് നമുക്കറിയാമല്ലോ, ഇപ്പോൾ വേനലാവുകയാണെങ്കിൽ മഴയും, മഴക്കാലമാവുകയാണെങ്കിൽ വേനലുമാണ്. അങ്ങനെ കാലാവസ്ഥാ വ്യതിയാനം വരുന്നതോടുകൂടി തന്നെ നമ്മുടെ കൃഷിരംഗത്ത് വലിയ മാറ്റം തന്നെയായിരിക്കും ഉണ്ടാവുക. കാരണം ഇപ്പോൾ വേനൽക്കാലമാണെന്ന് പറഞ്ഞ് കുറേ ചെടികൾ നമ്മൾ നടുകയാണെങ്കിൽ മഴക്കാലം വന്ന് അത് നശിച്ചു പോവുകയും ചെയ്യുന്നു. അപ്പോൾ അത് വളരെ വലിയൊരു പ്രശ്നം തന്നെയാണ്. അതിന് കാരണക്കാർ നമ്മൾ മനുഷ്യർ തന്നെയാണ്. കാരണം നമ്മുടെ മനുഷ്യൻ്റെ ലാഭത്തിന് വേണ്ടി നമ്മൾ മരങ്ങളെല്ലാം വെട്ടി നികത്തി എന്നതാണ് സത്യം. അപ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ചില്ല എങ്കിൽ വരും തലമുറയിൽ നമുക്ക് കഴിക്കാൻ ഭക്ഷണമില്ലാതെ അവസ്ഥ വരും. നമുക്കറിയാം, നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഭക്ഷണം. പക്ഷേങ്കിൽ ഇപ്പോൾ എത്ര വലിയ ശാസ്ത്രം വികസിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ ഭക്ഷണം ലഭിക്കുന്നത് സൂര്യനിൽ നിന്ന് ഊർജ്ജമെടുത്താണ് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അതൊരിക്കലും കൃത്രിമമായി നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. സൂര്യ വെളിച്ചം അത് സൂര്യനിൽ നിന്ന് തന്നെ ലഭിച്ചാൽ മാത്രമേ അതിൻ്റെ എല്ലാ പോഷകങ്ങളും സസ്യങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം നമുക്ക് ഇനി വരുന്ന തലമുറയ്ക്ക് ഭക്ഷണം ലഭിക്കാതെ വരും. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് വരും തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുക? ഇനി വരുന്ന കുട്ടികൾക്കാണ് ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. നമുക്ക് എങ്ങനെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് വാതകങ്ങൾ കുറയ്ക്കാൻ കഴിയുമെന്നും ഒക്കെ കുട്ടികൾക്ക് നല്ലവണ്ണം ബോധവൽക്കരിച്ചു കൊടുക്കുക. അങ്ങനെ പല ക്ലാസ്സുകൾ നടത്തുകയാണെങ്കിൽ വരും തലമുറയിൽ ഇത് കുറഞ്ഞു വരും. അങ്ങനെ പോഷകമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ കഴിയും. ഇത്രയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരും തലമുറയെ നല്ല കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും. എത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.